ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തറവാട്ടിൽ പോയപ്പോൾ അവിടെ ഉമ്മൂമ്മയുടെ ഒരു കുഞ്ഞു ഗാർഡൻ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നമ്മുടെ എൻട്രൻസിലുള്ള ബൗഗൻവില്ല പ്ലാന്റ് ആണ്. ബൗഗൻവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല തഴച്ച് നല്ല കൂട്ടത്തിൽ വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ പിങ്കാണ് കളറ്. ഇത് നന്നായിട്ട് വളർന്നിട്ടില്ല, സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഇത് വൈറ്റ് ഉണ്ട്, പിങ്ക്, ലൈറ്റ് പിങ്ക് ഉണ്ട്, അങ്ങനെ പല കളറിലും ബൗഗൻവില്ല ഉണ്ട്. ഇതൊരു ചെറിയ ആന്തൂര്യത്തിൻ്റെ സെക്ഷനാണ്. ഒരു 2 to 3 വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ട് ഇവിടെ. ആന്തൂര്യം ഒക്കെ എല്ലാം പൂത്തിട്ടില്ല. ഇത് കണ്ടില്ലേ, ബൊക്കേക്കൊക്കെ യൂസ് ചെയ്യുന്ന മെയിൻ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മിക്കവർക്കും അറിയാം, ഡയറക്റ്റ് നമ്മൾ മണ്ണിൽ ഇത് നടാൻ പാടില്ല. അപ്പോൾ നമ്മൾ തഴച്ച് വളരില്ല. ഇത് ഈ ഇഷ്ടികപ്പൊട്ട്, ചകിരി, ചിരട്ടപ്പൊട്ട്, ചാർക്കോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാണ് ആന്തൂര്യം നടേണ്ടത്. എന്നാൽ നല്ലപോലെ തഴച്ച് വളരും. കല്ലുകളുടെ ഇടയിലൊക്കെയാണ് ഇത് നടേണ്ടത്. മണ്ണ് കുറച്ച് കുറവാക്കിയിട്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂട്ടാൻ വേണ്ടേ. ഇത് നമ്മുടെ ലിസി പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇപ്പോൾ എല്ലായിടത്തും താരായിട്ട് നിൽക്കുന്ന ലിസി പ്ലാന്റ്സ് ആണ്. വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് കാണാം. ഇവിടെ ഒരു 4 കളറും കണ്ടുണ്ട്. ഒരു വയലറ്റ് കളർ, പിങ്ക്, പിന്നെ ഇതൊരു ഡബിൾ ഷെയ്ഡുള്ളൊരു പിങ്കും വൈറ്റും ആയിട്ട് ഡബിൾ ഷെയ്ഡുള്ളൊരു കളറുണ്ട്. ഇതാ ഇവിടെ ഒരു ഡീപ്പ് ഓറഞ്ച് കളറ് ഉണ്ട്. ഇത് ചില സമയത്തെന്ന് വെച്ചാൽ നിറച്ച് പൂക്കും, അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ പൂക്കൾ കുറച്ച് കമ്മിയാണ്. പിന്നെ നമ്മുടെ സ്വന്തം ജെറേനിയം ആണ്, വൈറ്റ് കളർ ജെറേനിയം. ഈ പിങ്ക് ഇപ്പോൾ നമ്മൾ വെട്ടി കൊടുത്തതാണ്. ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു, നല്ല പൂത്തിരുന്നു. അതിൻ്റെ സ്നാപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്. പിന്നെ ഇത് മെഡിസിനൽ യൂസസ് കൂടുതലുള്ള എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവേണ്ട ഒരു ചെടിയാണ് അലോവേര. ഹെയറിനും സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് അലോവേര. ഇവിടെ ഒരു കൊച്ചു റോസ് പ്ലാന്റ് ഉണ്ട്, ഒരു പിങ്ക് കളർ റോസാണ്. പിന്നെ കുഞ്ഞതാണെങ്കിലും കൂട്ടത്തിൽ നിന്ന് താരായി കഴിയുന്ന ബഡ് റോസാണ്. ഇത് നല്ലൊരു റെഡിഷ് കളർ ബഡ് റോസാണ്. പിന്നെ ഇപ്പോൾ ഈ ഗാർഡൻ്റെ ഹൈലൈറ്റ് ഇവനാണ്, ഈ യെല്ലോ കളർ റോസാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഒരു ഡീപ്പ് മെറൂൺ പോലത്തെ ഒരു ഡീപ്പ് റെഡ് കളർ റോസ് ഉണ്ട്. അപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്ത് വളർന്ന് വരുന്നുള്ളൂ കേട്ടോ. ഇതൊരു കളർ ലീഫാണ്. നമ്മൾ മഴക്കാലം ആവാൻ നേരത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും, അപ്പോൾ അതിങ്ങനെ വളർന്ന് വരുന്നുള്ളൂ. ഇതൊരു ഡബിൾ ഷെയ്ഡുള്ളൊരു ജെറേനിയാണ്. പിന്നെ നിത്യകല്യാണിയുടെ ഒരു പാർട്ടുണ്ട് ഇവിടെ, പിങ്കും ഉണ്ട്, ഒരു വൈറ്റും. പിന്നെ നമ്മുടെ സ്വന്തം തെച്ചിപ്പൂവ്. ഇതെല്ലാ വീട്ടിലും കാണുന്നൊരു പ്ലാന്റാണ്. പൂജ യൂസിനും അങ്ങനെ കുറേ കാര്യത്തിന് യൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ് തെച്ചി. പിന്നെ നല്ലോണം വളർന്നു കഴിഞ്ഞാൽ ഏത് പൂവിനേക്കാളും മുൻനിരയിൽ നിൽക്കുന്നതാണ് കളർ ലീവ്സ്. ഇത് അതിൽപ്പെട്ടൊരു ഇനമാണ് കളർ ലീഫ്. ഇതും വേറൊരു ഇനം കളർ ലീവ്സ് ആണ്. പിന്നെ ഇത് നിൽക്കാറ് ഹൈഡ്രേഞ്ചിയാണ്. ഒറ്റ പൂവ് തന്നെ ഒരു ബൊക്കെ ലുക്കാണ് ഇത് തരിക. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഇപ്പോൾ നട്ടിട്ടുള്ളൂ കേട്ടോ. അത് വളർന്ന് വരുന്നുള്ളൂ. കണ്ടോ, തഴച്ച് വരാൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഒരു 3 ഐറ്റംസ് ഉണ്ട് കളർ പ്ലാന്റിൻ്റെ. ഇത് തഴച്ച് വളരാൻ തുടങ്ങുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉണ്ടായ ഒരു കസ്റ്റർഡ് ആപ്പിളിൻ്റെ ഫ്രൂട്ടാണ്. ഇപ്പോൾ ഈ സീസണിൽ അത് കാഴ്ച നിൽക്കുന്നുണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. കണ്ടോ, ചക്കപ്പഴം. മൂത്ത് തുടങ്ങുന്നുള്ളൂ.
അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങളുടെ കൂടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.